യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന യൂണിവേഴ്സൽ ഓഡിയോ അടുത്തിടെ പുറത്തിറക്കിയിട്ടുള്ള ഒരു USB മോഡ്യൂൾ ബോർഡാണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഡബിൾ സൈഡ് PCB ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന IC ബിഗ് IC ആണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ബോർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നല്ല ഗെയിനുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ബോർഡിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ സ്വിച്ച് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്വിച്ചാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റുകൾ സ്വിച്ചിന് വരില്ല. പിന്നെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് അഡീഷണലായിട്ട് USB പോർട്ട് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്കിതിൽ RMC വയറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് അഡീഷണൽ USB പോർട്ട് നമുക്ക് പാനലിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യുകയാണെന്നെങ്കിൽ നമുക്ക് അഡീഷണൽ USB പോർട്ട് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലാണ് നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത്. ഇതിൽ നമുക്ക് Rഉം Lഉം പിന്നെ ഒരു IRഉം കാണാൻ പറ്റും. ഈ IR എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ട് കിറ്റിലൊക്കെ നമുക്കറിയാൻ പറ്റും. ഈ റിമോട്ട് കിറ്റ് വെച്ച് ആംപ്ലിഫയർ അസംബിൾ ചെയ്താൽ അവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ IR ഔട്ട് എടുത്തിട്ട് USB ബോർഡിലേക്ക് കൊടുക്കുമ്പോൾ സെൻസർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറ് സാധാരണ. അപ്പോൾ നമുക്ക് ഈ ബോർഡിൽ അതിൻ്റെ ആവശ്യമില്ല. നേരിട്ട് ഇതിൽ IR നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്കിതിൽ വേറെ വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഇതിൽ ബ്ലൂടൂത്തിൽ നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്ന കുറേ ബോർഡുകളിൽ ഈ ബ്ലൂടൂത്തിൽ നോയ്സുകൾ വരാറുണ്ട്. പക്ഷേ ഈ ബോർഡിൽ ബ്ലൂടൂത്തിൽ നോയ്സ് നമുക്ക് വരുന്നില്ല. പിന്നെ അത് കൂടാണ്ട് ഈ ഒരു സെക്ഷനാണ് നമുക്ക് DC സപ്ലൈ 5 വോൾട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൽ ഓക്സ് ഇൻപുട്ടാണ്. പിന്നെ അത് കൂടാണ്ട് ഇതിൽ മൈക്കിൻ്റെ ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്കിതിൽ മൈക്കിൻ്റെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് വന്നിട്ട് നമുക്കിതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ഡിസ്പ്ലേ ആണ്. സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഡിസ്പ്ലേ എന്ന് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ വൈറ്റ് കളറാണ് ഈ ഡിസ്പ്ലേയുടെ കളർ വരുന്നത്. പിന്നെ വന്നിട്ട് ഇതിൽ ഫ്ലാക്ക് ഫയൽസ് ഒഴികെ ബാക്കി എല്ലാ ഫോർമാറ്റും നമുക്കിതിൽ സപ്പോർട്ടാവും. പിന്നെ അതുകൂടാതെ നമുക്ക് ഇതിൽ അനൗൺസ്മെൻറ്റ് വരുന്നില്ല. അതായത് നമുക്ക് ഈ മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ അതുപോലെ വോളിയം കൂട്ടുമ്പോൾ ഒക്കെ ഉള്ള അനൗൺസ്മെൻറ്റുകൾ അതൊന്നും നമുക്ക് ഈ ബോർഡിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് ഈ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു അരോചകമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ആ പ്രശ്നമൊന്നും ഈ ബോർഡിൽ വരുന്നില്ല. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസും ട്രബിളും നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് അതിൻ്റെ വർക്കിംഗ് വീഡിയോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബാസും ട്രബിളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ റിമോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ റിമോട്ട് വരുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റിമോട്ടാണ്. നമ്മുടെ സാധാരണ മാർക്കറ്റിൽ ഈ റിമോട്ടുകൾ കാണാറില്ല. പക്ഷേ നമ്മളത് സ്പെഷ്യലായിട്ട് വരുത്തിയെടുത്തുള്ള റിമോട്ടാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി വലിയ ബാറ്ററിയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് നിലവാരം നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് തന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ബലമുള്ള ടൈപ്പ് പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റിമോട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കിതിൻ്റെ ഒപ്പം കിട്ടുന്നത്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അതായത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനിൽ നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പർച്ചേസ് ചെയ്യാനുള്ള അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അറിയാൻ പറ്റും.